ഞാനൊരു കഥ പറയാം. കോഴിക്കോടുള്ള ഷഹനയുടെ ഒരു ബൊട്ടിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥ. ഷഹന കോഴിക്കോട് ഒരു ചെറിയൊരു ബൊട്ടിക്ക് നടത്തുന്ന ഒരാളാണ്. വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ബിസിനസ്സിൽ. എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ മോഡലുകൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഡിസൈനുകളൊക്കെ വരുമ്പോൾ അത് കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. കാരണം എപ്പോഴും നമുക്ക് പുതിയ കസ്റ്റമേഴ്സിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ര ഈസി അല്ല. സാധാരണ ഷഹന ചെയ്തിരുന്നത് ഫേസ്ബുക്ക് ആഡ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരു ദിവസം ഒരു 1000-1500 രൂപക്കൊക്കെ ഒരു ബജറ്റ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ശരിക്കുള്ള റിസൾട്ട് വരുന്നില്ല. കുറെ ക്ലിക്കുകൾ വരുന്നുണ്ട്, സെയിലൊന്നും നടക്കുന്നില്ല. ഒരു ശ്മശാന മൂകതായിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്, ഡിസപ്പോയിന്റഡ് ആണ്, വളരെയധികം നിരാശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഓരോരുത്തരും ഓരോ ബിസിനസ്സും തുടങ്ങുന്നതും അത് കൊണ്ടുപോകുന്നതൊക്കെ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. ഇവിടെ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു കാര്യം തീരുമാനിച്ചു. ഈ ഫേസ്ബുക്ക് ആഡും അല്ലെങ്കിൽ ഇതൊന്നും അല്ലാണ്ട് എന്തെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോ ഈ ഫേസ്ബുക്ക് ആഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു. ഞാൻ ഇത് ഷഹനയാണ്, നിങ്ങൾ മുമ്പ് എൻ്റെ അടുത്ത് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിരുന്നു, നമ്മുടെ സ്റ്റോറിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് പുതിയ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കളക്ഷൻ ഇത് കഴിഞ്ഞ മാസം നമ്മുടെ ഒരു കസ്റ്റമർ അവരുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് വാങ്ങിയൊരു സാരിയാണ്. അവരെടുത്തിട്ടുള്ള അവരുടെ അത് ധരിച്ചിട്ടുള്ള ഒരു ഫോട്ടോയാണിത്. അപ്പൊ ഇതുപോലുള്ള പുതിയ വെറൈറ്റികളെല്ലാം നമ്മൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു മെസ്സേജിന് ഈ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിട്ട് കൊടുത്തു. ഇത് എങ്ങനെയാണ് കൊടുത്തത് വാട്സാപ്പിലൂടെ. അപ്പൊ അവിടെ ഷഹാനക്ക് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം, അത് നടത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ അതിലേക്ക് എന്ത് വന്നു വെച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തു. ഇതിന് ഒരു വാട്സാപ്പ് API സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് അതിലൂടെ കസ്റ്റമേഴ്സിന്റെ കുറച്ച് കോൺടാക്ട് ഉണ്ടായിരുന്നു. അതിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഒരു താങ്ക് യു, അതുപോലെ മറ്റുള്ളവരെ ഉപയോഗിച്ചതിന്റെ ഒരു കാര്യങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞത് ഫോഴ്സ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഫാൻസി കാര്യങ്ങളൊന്നുമല്ല, എന്താണോ റിയലി ഒരു കാര്യം പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഈ ഒരു ബ്രോഡ്കാസ്റ്റിന് ഫലമായിട്ട് ആളുകൾ റിപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇന്നത്തെ കസ്റ്റമേഴ്സിന് അവർക്ക് ഓൾറെഡി അറിയാം, ഇവരുടെ അടുത്ത് വാങ്ങിയതല്ല. അവർ റിപ്ലൈ ചെയ്തു. അവരുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും കുറെ ആളുകൾക്ക് പിന്നെ ഷെയർ ചെയ്ത് കൊടുത്തു. എന്തിനേറെ പറയുന്നു, വളരെ സന്തോഷമായുള്ള ഒരു കാര്യം പറയട്ടെ, 2 ദിവസം കൊണ്ട് ആ പ്രൊഡക്റ്റിന്റെ അതിനോട് അനുബന്ധിച്ചുള്ള പ്രൊഡക്റ്റ് എല്ലാം കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയി. വളരെ തുച്ഛമായിട്ടുള്ള മാർക്കറ്റിംഗ് കോസ്റ്റ് വന്നുള്ളൂ, അതും വളരെ ഫാസ്റ്റ് ആയിട്ട്. നമ്മളൊരു ഫേസ്ബുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിന് ആഡ് പ്രിപ്പയർ ചെയ്യണം, അത് റിവ്യൂ ചെയ്യണം, അത് പിന്നെ ലേണിംഗ് പീരീഡിലേക്ക് പോകും. പിന്നെ അത് റിസൾട്ട് ആയി വരുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിനെ പറയുന്ന നല്ലൊരു റിസൾട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്കെല്ലാം എടുക്കുന്നുള്ള രൂപത്തിലാണ്. ഇവിടെ നമുക്ക് എന്താണ് 2 ഡേയ്സിനുള്ളിൽ എല്ലാം ക്ലിയർ ആയി. അപ്പോ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു ഫ്ലാഷി ആഡും കൊടുത്തിട്ടില്ല, ഒരു ഹെവി ഓഫർ കൊടുക്കേണ്ടി വന്നില്ല. അതുപോലെ എന്താണ് കൊടുത്തത്, ജസ്റ്റ് ഹോണസ്റ്റ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു കോൺവെർസേഷൻ, ഒരു മെസ്സേജ് ആണ് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് കസ്റ്റമേഴ്സുമായിട്ടോ ഇനിയിപ്പോ വരുന്ന കസ്റ്റമേഴ്സുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതാണ് കോൺവെർസേഷണൽ മാർക്കറ്റിംഗിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെല്ലിങ്ങിന് പകരം ഒരു പിന്നെന്താണ് അവർക്കൊരു മെസ്സേജ് കൊടുക്കുക. എല്ലാ മെസ്സേജും സെല്ലിംഗ് ആയിട്ട് കൊടുക്കരുത്. അതുപോലെ ഒരു താങ്ക് യു നോട്ട്, പിന്നെ ജസ്റ്റ് ബ്രോഡ്കാസ്റ്റിലൂടെ കണക്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ ഒരു പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുന്ന രൂപത്തിലാവും. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. SMBകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങളുടെ കമ്പനിയെ കുറിച്ചുള്ള ട്രസ്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. വലിയ കമ്പനികൾ അവർക്കെല്ലാം വലിയ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻസും അവർക്ക് ബജറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ ഈ ചെറിയ ബജറ്റ് വെക്കുമ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസിലൂടെ മെസ്സേജുകളിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം ട്രസ്റ്റ് ഈസ് യുവർ സ്ട്രോങ്സ്റ്റ് കറൻസി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇതുപോലുള്ള ചെറിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുക. വാട്സപ്പിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക, വീഡിയോസ് പരമാവധി ഉപയോഗപ്പെടുത്തുക. ആളുകൾ റിപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പെട്ടെന്നുള്ള റിപ്ലൈകൾ കാര്യങ്ങൾ കൊടുക്കുക. 24 hours നമ്മൾ അവൈലബിൾ ആയിരിക്കുക. മാനുവലായിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല, പക്ഷെ അവിടെയൊക്കെ സിസ്റ്റംസ് ഒക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാലൊക്കെ സാധ്യമാണ്. ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. കേരളത്തിലെ നമ്പർ 1 ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ വാട്സപ്പിനെ എങ്ങനെയൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താം എന്നാണ് നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഹബ്ബ് എന്ന എന്റെ കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ പറയുന്നതും ചെയ്യുന്നതല്ലേ. അപ്പൊ ഇതുപോലെ ഷഹാന എങ്ങനെയാണ് ബിസിനസ്സിനെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് അടുത്തൊരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായത്, ഇതുപോലൊക്കെ നിങ്ങൾക്കും പറ്റും. നിങ്ങൾ അതിന് റെഡി ആയിരിക്കണം, നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന് മാത്രം. ഇവ അപ്പം ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ ഒരു വാട്സപ്പിനൊക്കെ പരമാവധി ഉപയോഗപ്പെടുന്ന ചാൻസുകൾ ഉപയോഗപ്പെടുത്തുക. എനിവേ, താങ്ക് യു സോ മച്ച്.